ഭാഗം 15. അകലെ ആഫ്രിക്കയിലെ കൊടുങ്കാട്ടിൽ സിംഗാലുസുംഗ്ല എന്ന മന്ത്രവാദി അലാവുദ്ദീനെ മറന്നില്ല എന്ന് മാത്രമല്ല, അയാൾ അലാവുദ്ദീനെക്കുറിച്ച് തന്നെ എല്ലായ്പ്പോഴും ആലോചിച്ചുകൊണ്ടേയിരുന്നു. നടന്നതും കഴിഞ്ഞതും എല്ലാം തൻ്റെ മന്ത്രവാദ സിദ്ധി കൊണ്ട് വളരെ വ്യക്തമായി കണ്ടിരുന്നു അയാൾ. മോതിരത്തിലെ ഭൂതത്തിൻ്റെ സഹായത്താൽ അലാവുദ്ദീൻ ഗുഹയുടെ പുറത്തേക്ക് കടന്നതും വിളക്കിലെ കയാമത്ത് ഭൂതത്തിൻ്റെ മികവിലും മിടുക്കിലും അവൻ സുഖമായും സുഭിക്ഷമായും കഴിയുക മാത്രമല്ല, സുൽത്താൻ്റെ പ്രിയപുത്രിയെ വിവാഹം കഴിക്കുക കൂടി ചെയ്തുവെന്നും മന്ത്രവാദി മനസ്സിലാക്കി. നഹ്ലിസ്ഥാൻ എന്ന ദേശത്തിൻ്റെ വീരനായ സർവ്വസൈന്യാധിപനാണ് അലാവുദ്ദീൻ എന്നും മന്ത്രവാദി മായക്കണ്ണിൽ കണ്ടു. ഒരു നിർധനനായ തുന്നൽക്കാരൻ്റെ മകന് ഇതൊക്കെ സാധിപ്പിച്ചു കൊടുത്തത് താൻ കാണിച്ചു കൊടുത്ത കൈവിളക്കാണ് എന്ന കാര്യം അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി. അങ്ങനെ ഒരു ദിവസം സിംഗാലുസുംഗ്ല എന്ന മന്ത്രവാദി അലാവുദ്ദീൻ്റെ സർവനാശം ലക്ഷ്യം വെച്ചുകൊണ്ടും അതുമാത്രം ആഗ്രഹിച്ചുകൊണ്ടും ആഫ്രിക്കൻ കാട്ടിൽ നിന്ന് യാത്ര തുടങ്ങി. രാപ്പകൽ യാത്ര ചെയ്ത് മന്ത്രവാദി നഹ്ലിസ്ഥാനിൽ എത്തി. നഗരവീഥികളിലൂടെ നടന്ന അയാൾ കേട്ടത് വിസ്മയകരമായ ഒരു കൊട്ടാരത്തിൻ്റെ കഥയായിരുന്നു. നഗരജനങ്ങൾ മുഴുവൻ സദാസമയവും ആ കൊട്ടാരത്തെ വാഴ്ത്തിക്കൊണ്ടേയിരുന്നു. എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ അറിവില്ലായ്മ പൊറുക്കണേ, വഴിയിൽ കണ്ട ഒരു ചെറുപ്പക്കാരനോട് മന്ത്രവാദി പറഞ്ഞു. ഇവിടെ എല്ലാവരും ഒരു കൊട്ടാരത്തെക്കുറിച്ച് പറയുന്നു. ഏത് കൊട്ടാരമാണത്? നിങ്ങൾ പരദേശിയാണല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഇവിടെ ഞങ്ങളുടെ ദേശത്ത് ലോകത്തിലേക്കും വെച്ച് മഹാ അത്ഭുതമായി തീർന്ന ഒരു കൊട്ടാരമുണ്ട്, അലാവുദ്ദീൻ എന്ന സർവ്വസൈന്യാധിപൻ്റെ കൊട്ടാരം. ചെറുപ്പക്കാരൻ അഭിമാനത്തോടെ പറഞ്ഞു. ആ കൊട്ടാരം കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോടൊപ്പം വന്നോളൂ, ഞാൻ കാണിച്ചു തരാം. ചെറുപ്പക്കാരനോടൊപ്പം ചെന്ന മന്ത്രവാദി കൊട്ടാരം കണ്ടു. കണ്ട നിമിഷം തന്നെ അയാൾക്ക് മനസ്സിലായി വിളക്കിലെ ഭൂതമായ കയാമത്ത് ജിന്നിൻ്റെ കരവിരുതാണ് അതെന്ന്. കോപം കൊണ്ട് മന്ത്രവാദി ഭ്രാന്തനെ പോലെയായി. കൈവിളക്ക് കിട്ടിയാലല്ലാതെ ഒരു സമാധാനവും ഉണ്ടാവില്ല എന്ന് മന്ത്രവാദിക്ക് തീർച്ചയായി. ആ ഇടയ്ക്ക് അലാവുദ്ദീൻ മരുഭൂമിക്കും അപ്പുറത്ത് പതിവായി പോകാറുള്ളതുപോലെ മൃഗയാ വിനോദത്തിനായി പോവുകയുണ്ടായി. 8 നാളുകളോളം അവൻ നഹ്ലിസ്ഥാൻ വിട്ട് യാത്രയിൽ ആയി. മന്ത്രവാദിക്ക് അതൊരു സുവർണ അവസരം ആയിത്തീരുകയും ചെയ്തു. മന്ത്രവാദി നഗരത്തിലെ പാത്രക്കടകൾ അന്വേഷിച്ചു നടന്നു. അവയിൽ ഒന്നിൽ ഭംഗിയുള്ള കൈവിളക്കുകൾ വിൽക്കാൻ വെച്ചത് അയാൾ കാണുകയും ചെയ്തു. കുറേ നല്ല വിളക്കുകൾ വാങ്ങി അയാൾ. എന്നിട്ട് അവയൊക്കെ ഒരു വലിയ കുട്ടയിൽ നിരത്തി അടുക്കി തലയിൽ വെച്ചിട്ട് തെരുവുകളിലൂടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നു. പഴയ വിളക്കിന് പകരം പുതുപുത്തൻ വിളക്ക് വേണോ ആർക്കെങ്കിലും? പഴയ വിളക്കിന് പകരം നല്ല പുതുപുത്തൻ വിളക്ക് വേണോ? വരുവിൻ, തരുവിൻ, വാങ്ങുവിൻ, വേഗം വേഗം. കുറേ തെരുവ് പിള്ളേർ അയാളുടെ പിന്നാലെ കൂടി. അവരെയൊക്കെ ആട്ടിപ്പായിച്ചുകൊണ്ട് മന്ത്രവാദി അലാവുദ്ദീൻ്റെ കൊട്ടാരത്തിന് മുന്നിൽ എത്തി. പിന്നാലെ ആർത്തു വിളിച്ചുകൊണ്ട് തെരുവ് പിള്ളേരും എത്തി. 24 ജാലകങ്ങളുള്ള കൊട്ടാരത്തിലെ ഒരു ജാലകപ്പടിയിൽ ഇരുന്ന് പകൽക്കിനാവ് കാണുകയായിരുന്നു ഗുലഫ്ഷ രാജകുമാരി. അപ്പോഴാണ് അവൾ തെരുവിലെ ആർപ്പും വിളിയും കേട്ടത്. എന്താണത് എന്ന് അന്വേഷിച്ചു വരാൻ അവൾ ഒരു ദാസിയെ പറഞ്ഞയച്ചു. ദാസി കുടുകുടാ ചിരിച്ചുകൊണ്ടാണ് തിരികെ വന്നത്. കാര്യം അന്വേഷിച്ച രാജകുമാരിയോട് അവൾ പറഞ്ഞു, കുമാരി, ആർക്കാണ് ചിരി വരാതിരിക്കുക? അവിടെ ഒരു വിഡ്ഢി കുറേ പുതിയ കൈവിളക്കുമായി വന്ന് വിളിച്ചു കൂവുന്നു, പഴയ വിളക്കിനു പകരം പുതിയവ തരാമെന്ന്. അയാളുടെ ഭ്രാന്ത് കേട്ട് കുറേ പിള്ളേരും പിന്നാലെ കൂടിയിട്ടുണ്ട്. ഗുലഫ്ഷ രാജകുമാരിയും അവളുടെ ചിരിയിൽ പങ്കുചേർന്നു. ഇത് കേട്ടുകൊണ്ട് അപ്പുറത്ത് നിൽക്കുകയായിരുന്ന മറ്റൊരു ദാസി പറഞ്ഞു, വടക്കേ ഭിത്തിയുടെ കൊത്തുപണികളുള്ള ഉത്തരത്തിനു മുകളിൽ ഒരു പഴയ കൈവിളക്കിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് യജമാനത്തി. അതാകെ പൊടി പിടിച്ച് ഇരിപ്പാണവിടെ. ആ ദാസിക്ക് അറിയില്ലായിരുന്നു അത്ഭുതമുറങ്ങുന്ന കൈവിളക്കാണ് എന്ന്. അങ്ങനെ ഒരു വിളക്കിനെക്കുറിച്ച് രാജകുമാരിക്കോ അവളുടെ ഏതെങ്കിലും പരിചാരികമാർക്കോ ഒന്നും ഒരറിവുമില്ലായിരുന്നു.
എങ്കിൽ അതെടുത്ത് ആ ഭ്രാന്തന് കൊടുക്ക്, ഗുലബ്ഷ രാജകുമാരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതോടെ ദാസി ആ വിളക്കെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി. തെരുവിൽ വിളക്ക് കച്ചവടക്കാരൻ്റെ വേഷത്തിൽ വന്ന സിംഗാലു സുംഗ്ലയ്ക്ക് അവൾ ആ വിളക്ക് കൊടുത്തു. ഇതെടുത്തിട്ട് നീ എനിക്കൊരു പുതിയ കൈവിളക്ക് താ. മന്ത്രവാദി വിളക്കുകളുടെ കുട്ട താഴെ വെച്ചു. എന്നിട്ട് ദാസിയിൽ നിന്ന് അവളുടെ കയ്യിലെ വിളക്ക് ധൃതിയിൽ പിടിച്ചു വാങ്ങി. ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും എടുത്തോ, മന്ത്രവാദി ഭ്രാന്തനെ പോലെ പറഞ്ഞു. അത് കേട്ട് തെരുവ് പിള്ളേർ ആർത്തു ചിരിച്ചു. എല്ലാവരും വേണമെങ്കിൽ ഓരോ വിളക്ക് എടുത്തോ, അതല്ലെങ്കിൽ രണ്ടെടുത്തോ, സൗജന്യം, തികച്ചും സൗജന്യം. അങ്ങനെ പിന്നെയും ചില ഭ്രാന്തികൾ പറഞ്ഞ് മന്ത്രവാദി അവിടെ നിന്ന് വേഗം സ്ഥലം വിട്ടു. പിള്ളേർ ആഘോഷത്തോടെ വിളക്കുകൾ തിരഞ്ഞെടുക്കാനും തുടങ്ങി. അമ്പരപ്പ് മാറ്റിവെച്ച് ദാസിയും എടുത്തു ഒരു വിളക്ക്. അതും കൊണ്ട് കൊട്ടാരത്തിനകത്തേക്ക് നടക്കുന്നതിനിടെ അവൾ സ്വയം പിറുപിറുത്തു. ശരിക്കും ഭ്രാന്തൻ തന്നെ. നഗരത്തിന് പുറത്തുള്ള ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് സിംഗാലു സുംഗ്ല പോയത്. നല്ല ഇരുട്ടാകുന്നതുവരെ അയാൾ കൈവിളക്ക് അയാളുടെ നീണ്ട കുപ്പായം കൊണ്ട് മറച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് അവിടെ ഇരുന്നു. വിശപ്പോ ദാഹമോ ഒന്നും അറിയുകയോ കൂട്ടാക്കുകയോ ചെയ്തില്ല അയാൾ. രാത്രിയായി. ചുറ്റും കൂരാക്കൂരിരുട്ട് നിറഞ്ഞു. മന്ത്രവാദി കുപ്പായത്തിനുള്ളിൽ നിന്ന് പതുക്കെ വിളക്ക് പുറത്തെടുത്ത് അതിൽ ചൂണ്ടുവിരൽ അമർത്തി ഉരച്ചു. ഞൊടി നേരം കൊണ്ട് കയാമത്ത് ഭൂതം പ്രത്യക്ഷപ്പെട്ടു. ആലംബന, ഭൂതം പറഞ്ഞു. ഗുലബ്ഷ രാജകുമാരിയോടും പരിചാരികമാരോടും ഒപ്പം അലാവുദ്ദീൻ്റെ കൊട്ടാരത്തെയും തന്നെയും ഉടനെ ആഫ്രിക്കയിലെ കാട്ടിനുള്ളിൽ എത്തിക്കാനാണ് മന്ത്രവാദി ഭൂതത്തോട് ആജ്ഞാപിച്ചത്. ഭൂതം അടുത്ത നിമിഷത്തിൽ അതുതന്നെ ചെയ്തു. ഭാഗം 15 ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ വായിച്ച് അവതരിപ്പിച്ച ഈ കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.